രാഷ്ട്രീയം ന്യൂസിന്റെ കൗതുകമുണർത്തുന്ന ഒരു വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മരം ശേഖരിച്ചു വച്ചത് അത്ഭുത ജലം, കൊത്തിനോക്കിയപ്പോൾ വെള്ളച്ചാട്ടം. ആന്ധ്ര വനമേഖലയിലാണ് സംഭവം. ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാരാമ രാജു ജില്ലയിലെ വനമേഖലയിൽ ആദിവാസി വിഭാഗം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി മരത്തിന്റെ ഒരു ഭാഗം വെട്ടിനോക്കിയതും മരം വേനൽക്കാലത്ത് വലിയ തോതിൽ ജലം സംഭരിച്ച് വെക്കാറുണ്ടെന്നും ഗോദാവരി മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പാപ്പിക്കൊണ്ട മലനിരകളിൽ താമസിക്കുന്ന പാർശ്വവത്കരിക്കപ്പെട്ട തദ്ദേശീയ സമൂഹമായ കൊണ്ട റെഡ്ഡി ഗോത്രമാണ് വനം വകുപ്പിനെ വിവരം അറിയിച്ചത്. തുടർന്നാണ് പരിശോധന നടത്തിയത്. പാപ്പിക്കൊണ്ട നാഷണൽ പാർക്കിന്റെ പരിസരത്താണ് സംഭവം. വൃക്ഷങ്ങളെക്കുറിച്ചും പ്രാദേശിക സസ്യ ജന്തുജാലങ്ങളെക്കുറിച്ചുമുള്ള അഗാധമായ അറിവുള്ളവരാണ് കൊണ്ട റെഡ്ഡി ഗോത്ര വിഭാഗം. ഫിക്കസ് മൈപ്രോകാർപ്പ എന്ന് ശാസ്ത്രീയമായി വിളിക്കപ്പെടുന്ന ഇന്ത്യൻ ലോറൽ മരം ഏഷ്യയിലുടനീളമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഉപ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും കൂടുതലായി കാണപ്പെടുന്നു. പടിഞ്ഞാറൻ പസഫിക് ദ്വീപുകളും ഓസ്ട്രേലിയയിലും അലങ്കാര മൂല്യത്തിന് പേരുകേട്ട ഈ വൃക്ഷത്തിന് ഇടതൂർന്ന മേലാപ്പ്, മിനുസമാർന്ന ഇളം ചാരനിറത്തിലുള്ള പുറം തൊലി, തിളങ്ങുന്ന പച്ച ഇൻസലേറ്റ് ഇലകൾ എന്നിവയുണ്ട്. അതിന്റെ സമൃദ്ധമായ സസ്യജാലങ്ങൾ വിവിധ ഏവിയൻ ജീവികൾക്ക് അനുകൂലമായ ആവാസ കേന്ദ്രം സൃഷ്ടിക്കുന്നു. അതേസമയം ചെറിയ വൃത്താകൃതിയിലുള്ള അത്തിപ്പഴങ്ങൾ പക്ഷികൾക്ക് സുപ്രധാന ഭക്ഷണ സ്രോതസ്സാണ്. ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും നിലവിലുള്ള ജലദൗർലഭ്യ പ്രശ്നങ്ങൾക്കിടയിൽ ഇന്ത്യൻ ലോറൽ മരത്തിന്റെ പുറംതൊലിയിലെ ജലത്തിന്റെ ആവിർഭാവത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നു. മൃഗസംരക്ഷണ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന അപ്പോളോ മൾട്ടി സ്പെഷ്യാലിറ്റി ആനിമൽ ഹോസ്പിറ്റൽ, വാഴപ്പള്ളി വെസ്റ്റ്, ചങ്ങനാശ്ശേരി. മൊബൈൽ 9447954321.